അപ്പം പഠിത്തം ഒക്കെ കഴിഞ്ഞു, പരീക്ഷ കഴിഞ്ഞു. റിസൾട്ടിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റിങ്ങിലാണ്. 10ൻ്റെ റിസൾട്ട് ഉടനെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ CBSEയുടെയൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ, റിസൾട്ടൊക്കെ ആയിട്ടുണ്ട്. +2ൻ്റെ മാത്രം ഇത്തിരി താമസം ഉണ്ടാകും. അപ്പം ഈ +2 കഴിഞ്ഞവർക്ക് ഇനി എന്ത് കോഴ്സ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. ആസ് എ ടീച്ചർ എനിക്ക് പറയാനുള്ളത്, ഏറ്റവും പെർഫെക്റ്റായിട്ടുള്ള മേഖലയെന്ന് പറയുന്നത് എന്തായാലും ഒരു മാറ്റവും ഇല്ലാത്തത് ആരോഗ്യ മേഖലയാണ്. അതിന് നമുക്ക് നമ്മുടെ കൺമുന്നിലാണ് നമ്മുടെ തെളിവ്. നമ്മുടെ ശരീരം തന്നെ അതിന് വലിയ തെളിവാണ്. അപ്പം ആരോഗ്യ മേഖലയിൽ എപ്പോഴും വേക്കൻസികൾ വന്നുകൊണ്ടിരിക്കും. നമ്മൾ മനുഷ്യർ ജീവനോടുള്ളിടത്തോളം കാലം ആരോഗ്യ മേഖല, അവിടുത്തെ ജോലികളും വളരെ പ്രാധാന്യമുള്ളത്. ഇപ്പം കൊറോണ വന്നപ്പോൾ തന്നെ നമുക്കറിയാം അത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. അപ്പം നമുക്ക് പറ്റുമെങ്കിൽ ഇൻട്രസ്റ്റ് ആരോഗ്യ മേഖലയിൽ ഏതെങ്കിലും ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനാണ് താല്പര്യമെങ്കിൽ അത് ചെയ്യുക. ഇപ്പം കേരളത്തിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ പല കോഴ്സുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒന്നും നമുക്ക് കേരളത്തിൽ പഠിക്കാൻ പറ്റണമെന്നില്ല. അപ്പം കേരളത്തിന് വെളിയോട്ട് പോയി ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റികളിൽ ഇഷ്ടംപോലെ കോളേജുകളുണ്ട്, പ്രൈവറ്റ് കോളേജുകളെല്ലാം ഉണ്ട്. ലക്ഷങ്ങൾ മുടക്കണം എന്നുള്ളതുള്ളൂ. നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ, ഇപ്പം ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കസിന് വിവാഹം കഴിച്ച പെൺകുട്ടിയെ, അത് B.Pharm മറ്റോ ആയിരുന്നു, B.Pharm D.Pharm എന്തോ ആണ്. പക്ഷേ അത് അവരുടെ ആ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ലാണ്ടായിപ്പോയി. യൂണിവേഴ്സിറ്റിയുടെ എന്തായാലും പ്രശ്നമായിരിക്കും, വാല്യൂ. പിന്നീട് ആ കൊച്ചു വീണ്ടും പഠിച്ചു. അപ്പം നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള ഒരുപാട് ഇത്തരത്തിലുള്ള അഡ്മിഷൻ എടുത്തു കൊടുക്കുന്ന ഒരുപാട് പേര് നമ്മളെ സമീപിക്കും. അത് അവരുടെ ഒരു ബെനിഫിറ്റ്, അതിൽ നിന്ന് അവർക്ക് ബെനിഫിറ്റ് നല്ല രീതിയിൽ കിട്ടുന്നതുകൊണ്ടാണ് നമ്മളെ തീർച്ചയായിട്ടും സമീപിക്കും. നമുക്ക് കുറേ കാര്യങ്ങളെല്ലാം അവർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിയെല്ലാം തരും. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, ഏതാണ് അവരുടെ പഠിക്കുന്ന സ്ഥാപനം, അത് യൂണിവേഴ്സിറ്റി, അതിന് അംഗീകാരമുണ്ടോ, ഇതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ അവർ പറയുന്ന ഏതെങ്കിലും ഒരു കോഴ്സൊന്നല്ല, കുട്ടിക്ക് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണ് കോഴ്സാണ് പഠിക്കാൻ താല്പര്യം, അത് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പം കുട്ടിക്കിപ്പം ഏതെങ്കിലും ഒരു മേഖലയിൽ അവർ പറഞ്ഞു, പക്ഷേ അത് പഠിച്ചിട്ട് വലിയ പ്രയോജനമില്ല എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ തിരക്കിയിട്ടും അങ്ങനെ വലിയ ഇതല്ല, കിട്ടിയ ജോലി ഈ ഒരു രീതിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കുട്ടിയെ അത് പറഞ്ഞ് മനസ്സിലാക്കുക. ആദ്യമേ ഇങ്ങനെയൊക്കെയാണ് കാര്യം, ഇന്നാളിങ്ങനെ പോയിട്ട് വെറുതെ നിൽക്കുകയാണ്, വെറുതെ ഇത്രയും പഠിക്കാം, ഇത്രയും വർഷം പോകും, കുറേ കാശ് പോകും എന്നത് മാത്രമേ ഉള്ളൂ മിച്ചം, അല്ലാതെ ഒരു പ്രയോജനവും അതുകൊണ്ടുണ്ടാവില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുട്ടികളെ അത് പറഞ്ഞ് വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കുക. അല്ലാതെ അവർ പറയുന്നതിനെ നിഷേധിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് പഠിച്ചാൽ മതി എന്ന് അടിച്ചേൽപ്പിക്കില്ല ഒരിക്കലും കുട്ടികളെ. കാരണം അങ്ങനെ അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കാണില്ല. അപ്പോൾ പഠിക്കേണ്ടത് കുട്ടികളാണ്. അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റിന് അനുസരിച്ച് വേണം നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ. പിന്നെ എപ്പോഴും നേഴ്സിങ്ങോ MBBS അങ്ങനെ പിന്നെ ഫാർമസിസ്റ്റ് അങ്ങനെയുള്ള അതിനുള്ള കോഴ്സുകൾ ഇഷ്ടംപോലുണ്ട്. ഇപ്പോൾ പിന്നെ ഫിസിയോതെറാപ്പി, അതിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. അങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. ഇപ്പം ഫിസിയോതെറാപ്പിസ്റ്റിനാണെങ്കിൽ ഇപ്പോഴത്തെ കോഴ്സിൽ വെച്ചിട്ട് ഡോക്ടർ എന്ന് ചേർക്കാവുന്നവരുണ്ട്. PT എന്ന് എഴുതിയിട്ട് അതിൻ്റെ തൊട്ടടുത്ത് ഡോക്ടർ എന്ന് ചേർത്തിട്ട് പേര് കൊടുക്കാം. അങ്ങനെ ഒരു ഇതിലേക്ക് വരെ ഇപ്പം കഴിഞ്ഞ ദിവസം പത്രത്തിലുണ്ടായിരുന്നു. അപ്പം അതിന് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കണം. കാരണം നമ്മൾ രോഗിയെ എടുത്ത് പൊക്കാനും അവരെ പൊക്കി നിർത്താനും, കാരണം എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ ഭാര്യ, ഇവർക്കൊക്കെ അതിലൊരാൾക്ക് അച്ഛൻ്റെ ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ പിന്നെ ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ഇങ്ങനെ കിടക്കയിലായി പോയിട്ടുണ്ട് കുറച്ച് നാളത്തേക്ക്. അപ്പം അതിനു മുമ്പ് അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയ്ക്ക് അമ്മയാണെങ്കിൽ ഇങ്ങനെ ആരോഗ്യത്തെ ശ്രദ്ധിക്കാത്ത ഒരു വ്യക്തിയാണ്. ഷുഗർ പ്രഷർ ഒന്നും നോക്കത്തില്ല. അങ്ങനെ ഒരു പ്രാവശ്യം തലകറങ്ങി വീണതാണ്, അങ്ങനെ ഒരു സൈഡ് ഡൗണായിപ്പോയി. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു ചേച്ചി തന്നെയാണ്. അപ്പോൾ ആ ചേച്ചി വന്നിട്ട് ഫിസിയോതെറാപ്പി എല്ലാ ദിവസവും വീട്ടിൽ വന്ന് ചെയ്യും. അപ്പം ആ ചേച്ചി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ, കാരണം അമ്മയെ പൊക്കും, കാരണം കിടക്കുന്ന ആൾക്ക് വെയിറ്റ് കൂടുതലാണ് സ്വാഭാവികമായിട്ടും. അപ്പം ഇവരെ പൊക്കണം, നിവർത്തി അവർ താഴെ വിടാൻ പാടില്ലല്ലോ. അപ്പം അവർക്ക് ഫുൾ സപ്പോർട്ട് കൊടുത്ത് അത്രയും എനർജി അവർ പൊക്കണം, ചാരി നിർത്തണം, നടത്തണം,
ഇല്ല, അങ്ങനെ ഒരുപാട് ജോലികളുണ്ട് ഫിസിയോതെറാപ്പിസ്റ്റിന്. അപ്പം അത്ര ആരോഗ്യത്തോടു കൂടി നമ്മൾ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ വീട്ടിലുള്ളവരെയൊക്കെ ഹെൽപ്പിന് വിളിക്കാം. പക്ഷേ അത് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ അപ്പം പലപ്പോഴും പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഫിസിയോതെറാപ്പി പഠിക്കാൻ. അപ്പോൾ കുട്ടികളെ ഈ ഓരോ കോഴ്സിൻ്റെയും പ്രാധാന്യം എന്താണ്, അതിൻ്റെ ജോലി സാധ്യതകൾ എന്തൊക്കെയാണ്, ഏത് യൂണിവേഴ്സിറ്റിയാണ്, അതിനെത്ര ചിലവുണ്ട്, എത്ര നാളത്തെ കോഴ്സാണ്, അത് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ സ്ഥാപനത്തിൽ ജോലി കിട്ടും, അത് അപ്പം ഒരു ഡിഗ്രി മാത്രമല്ലാതെ PGയും ചെയ്യാൻ പറ്റുമോ, അതിനെക്കുറിച്ച് അതിൽ തന്നെ അതെവിടെ പഠിക്കാൻ പറ്റും, അങ്ങനെ എല്ലാത്തിനെക്കുറിച്ചും വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവണം. ഏറ്റവും ആദ്യം നമ്മൾ ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചാലും ആ യൂണിവേഴ്സിറ്റിക്ക് UGC അംഗീകാരമുണ്ടോ അല്ലേ എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത് കോഴ്സ് പഠിച്ചാലും അത് പൂർത്തീകരിക്കണം, അതായത് ഫുള്ള് ജയിക്കണം. ചില കുട്ടികളുണ്ട്, ഇപ്പം എൻജിനീയറിംഗ് എന്ന് പറയുന്ന ഇഷ്ടംപോലെ കോളേജുണ്ട്, കാശ് കൊടുത്താൽ പഠിക്കാത്ത കുട്ടികൾക്ക് വരെ അഡ്മിഷൻ കിട്ടും, ജസ്റ്റ് പാസ്സായി. പക്ഷേ ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നം അക്ഷരാഭ്യാസത്തിൻ്റെ പ്രശ്നമാണ്. എല്ലാവർക്കും എഴുതാനും വായിക്കാനും എങ്ങനെയൊക്കെ അറിയാമെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് നന്നായിട്ട് ഭാഷ കൈകാര്യം ചെയ്യാനൊന്നും അറിയാത്ത ഒരു ഭാഗം കുട്ടികളുണ്ട്. ഇതുങ്ങളെല്ലാവരും ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത കോഴ്സിന് എന്തെങ്കിലും പോകും. ഇപ്പം BTechനൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ അതൊക്കെ എങ്ങനെ പഠിച്ചെടുക്കും? ഇങ്ങനെ ഫെയിലായിട്ട് എല്ലാ പേപ്പറുകളും ഇങ്ങനെ എഴുതാനായിട്ട് കിട്ടുക എന്ന് പറയുന്നത് അത് വലിയൊരു പരാജയമാണ്. അങ്ങനെ ഒരു പരാജയമാണെന്ന് തൻ്റെ കുട്ടിക്കുണ്ടാകും എന്ന് കുട്ടിയും രക്ഷിതാവും ഒരുപോലെ ചിന്തിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള കോഴ്സിന് വിടാതിരിക്കുക. കാരണം ഡോക്ടർമാരും എൻജിനീയർമാരും മാത്രമല്ല ഈ ലോകത്ത് ഉള്ളത്, എല്ലാ തരത്തിലുള്ള ജോലികൾ ചെയ്യാൻ ആൾക്കാരുണ്ട്. ഇല്ല, എനിക്കിനി 10 കഴിഞ്ഞിട്ട് ഇനി കൂടുതൽ പഠിക്കണ്ട, ഞാൻ PSC നോക്കാം, അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് ഞാൻ PSC നോക്കാം എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു തീരുമാനമാണ്. ഒരിക്കലും തെറ്റ് പറയാൻ പാടില്ല. 10ഉം +2ഉം ക്വാളിഫിക്കേഷൻ വരുന്ന ഒരുപാട് വേക്കൻസികളുണ്ട്. അപ്പോൾ എന്താണ്, അന്ന് മുതൽ അതിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ തുടങ്ങുക. PSC കോച്ചിങ്ങിന് വിടുന്നുണ്ടെങ്കിൽ കോച്ചിങ്ങിന് പോയി പഠിക്കട്ടെ. എന്നിട്ട് ഒരു 2-3 വർഷം അതിൻ്റെ പുറകെ നടക്കട്ടെ, നന്നായിട്ട് പഠിക്കട്ടെ. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ലിസ്റ്റിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലായാലും വരുന്നുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ്. പിന്നെ കുറച്ചുകൂടെ ഒന്ന് ശ്രമിച്ചാൽ മെയിൻ ലിസ്റ്റിലൊക്കെ വന്ന് പെടാം അല്ലേ. അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്, എനിക്കറിയാവുന്നവരാണ്. കാരണം ഞങ്ങൾ ട്യൂട്ടോറിയൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു പയ്യനിങ്ങനെ വരുന്നിട്ട് ആ കൊച്ചിന് ജോലി കിട്ടി. അതിപ്പോൾ 10ാം ക്ലാസ് മാത്രമേ ഉള്ളൂ, പക്ഷേ അവൻ വേറെ ഒന്നും പഠിക്കുന്നില്ല, എനിക്ക് PSC മതിയെന്ന് പറഞ്ഞു. പഠിച്ചു, ജോലി കിട്ടി. PSC പഠിച്ച് ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, 10ാം ക്ലാസ് യോഗ്യതയുള്ളൂ. അവിടെ ഇരുന്നുകൊണ്ട് തത്തുല്യ പരീക്ഷയ്ക്കൊക്കെ എഴുതാം, പിന്നെ +2 എടുക്കാം, ഡിസ്റ്റൻസിൽ ഡിഗ്രി ചെയ്യാം, PG ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോഴെന്താണ്, ജോലി നടക്കും, പഠിത്തവും നടക്കും, അതിനൊപ്പം പ്രൊമോഷനും കിട്ടും, സാലറി കൂടും. നല്ല ബുദ്ധിയുള്ളവർ അങ്ങനെ ചിന്തിച്ചാലും മതി. ഇപ്പോൾ എൻ്റെ മാമൻ്റെ ഒരു മോനുണ്ട്, നന്നായിട്ട് പഠിക്കുന്നതാണ്, മെറിറ്റിലാണ് എല്ലായിടവും കിട്ടുന്നതിന് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പം BTech കഴിഞ്ഞതിന് ശേഷം ഇപ്പം LD ക്ലർക്കായിട്ട് കയറി. ഞാനറിയില്ല ഇവനൊക്കെ എപ്പോൾ ഇരുന്ന് പഠിച്ചെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ആദ്യം എഴുതിയ പരീക്ഷയും മറ്റോ ആണെന്ന് തോന്നുന്നു, അതിൽ തന്നെ കയറി. അപ്പം ജോലി ചെയ്യാൻ 1-2 വർഷമായെന്ന് തോന്നുന്നു കയറിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, അവന് അത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് പിന്നീട് അവന് അതിൻ്റെ കൂടെ തന്നെ വേറെയും ടെസ്റ്റുകൾ എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവാം. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. പക്ഷേ PSC എന്ന് പറയുന്നത് അത് ഫുള്ള് പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം ശ്രദ്ധ കൊടുത്ത് അതേന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജോലി കിട്ടും, അതിനൊരു മാറ്റവുമില്ല. നന്നായിട്ട് കഷ്ടപ്പെടണം, നമുക്ക് വേറെ ഒന്നിനും നമ്മൾ പോകുന്നില്ല. അപ്പം ഇതിന് വേണ്ടിയിട്ട് ശരിക്കും കഷ്ടപ്പെട്ട് നന്നായി പഠിച്ചാൽ തീർച്ചയായിട്ടും ഒരു ഗവൺമെൻറ് ജോലി കിട്ടും. അപ്പോൾ അങ്ങനെയും ശ്രമിക്കും. പഠിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ വരുമാനക്കുറവ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്താണ്, ഈ രീതിയിൽ പഠിക്കാം, വീട്ടിലിരുന്ന് തനിയെ വേണേലും പഠിക്കാം. അതിന് ചിലപ്പോൾ നമ്മുടെ അടുത്തൊക്കെ ഗവൺമെൻറ് ജോലി ഉള്ളവരൊക്കെ അവരെയൊക്കെ കണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പഠിച്ച രീതി എങ്ങനെയാണെന്ന് പറഞ്ഞു തരും, അല്ലെങ്കിൽ അവരുടെ ടെക്സ്റ്റും മറ്റു കാര്യങ്ങളും ഒക്കെ തരും. അല്ലെങ്കിൽ തൊഴിൽ വാർത്തയോ തൊഴിൽ വീതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും റാങ്ക് ഫയലോ ഇതൊക്കെ വാങ്ങിച്ച് വെച്ച് തനിയെ പഠിക്കാം. അങ്ങനെ പഠിച്ചാലും കിട്ടും. പക്ഷെ അതിനൊക്കെ ഒരു മനസ്സ് വേണം. മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചല്യം പെട്ടുപോകല്. അത് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിരിക്കണം. ഇല്ലെങ്കിൽ ചെറിയ എന്താണെങ്കിൽ
ഇപ്പം പ്രീ പ്രൈമറി TTC, പിന്നെ അല്ലാതുള്ള TTC ഉണ്ട്. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കോഴ്സുകൾ തുടങ്ങി ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എന്ത് മേഖലയിലേക്കുള്ള കോഴ്സാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിലും അതിന് അംഗീകാരമുണ്ടോ, അത് പഠിച്ചാൽ പ്രയോജനമുണ്ടോ എന്നൊക്കെ നമ്മൾ നന്നായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം പഠിക്കുക. കേരളത്തിൽ തന്നെ പഠിക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യം. അല്ല, വെളിയിലേക്ക് പോയാലേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇന്ത്യക്കും വെളിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പഠിക്കാം. എല്ലാത്തിനും പണം മാത്രം മതി. ഇന്ന് ഏത് കോഴ്സ് വേണേലും പഠിക്കാം. പക്ഷേ പഠിക്കാൻ പോയാൽ ജയിച്ചിട്ടേ തിരിച്ച് വരാവുള്ളൂ. അത് മനസ്സിൽ ഉറപ്പിച്ച് വേണം ഏത് കോഴ്സും തിരഞ്ഞെടുക്കാൻ. ഒരിക്കലും തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യരുത്. അത് പിന്നീട് പ്രശ്നമാവും. ശരിയല്ലേ? ഓക്കെ.